ചോദ്യം ചെയ്യുന്ന ഒരാളോടൊപ്പം ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇക്കാലത്ത് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണം. വെറുതെ ഭർത്താവിന്റെ അടിമയാവേണ്ട കാര്യമൊന്നുമില്ല. മാഡം, നിങ്ങൾ സ്വന്തമായൊരു തീരുമാനം എടുക്കണം. അങ്ങനെ സ്വന്തം ലക്ഷ്യം മറന്ന് ഭർത്താവിന്റെ ഈഗോയ്ക്ക് മുന്നിൽ തല കുനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ മാഡം മറുപടി ഒന്നും പറയാത്തത്? ഹലോ മാഡം, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം, ഹലോ. നിങ്ങൾക്ക് എന്ത് മറുപടിയാ വേണ്ടത്? ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാ എന്റെ തീരുമാനം. ഞാനേ നിങ്ങൾ പറഞ്ഞ ഈഗോക്കാരനാ. എനിക്ക് വിദ്യാഭ്യാസമില്ല, 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അവളെ ഒരു IPS ആക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഞാനാ. സോറി, ഞാൻ അറിഞ്ഞില്ല. ദർശനയാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു പോയതാ. അവൾക്ക് ഡിവോഴ്സ് ആണ് താല്പര്യമെങ്കിൽ ഞാൻ ഇന്നലെ റെഡിയാ. 1 അല്ല 2 ഡിവോഴ്സ് വേണമെങ്കിലും ചെയ്യാം. അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയൂ. വിദ്യാഭ്യാസം ഇല്ലല്ലോ. സോറി, കരുണൻ സാറ് വിളിച്ചു പറഞ്ഞ കേസായതുകൊണ്ട് ഞാൻ വിളിച്ചു പോയതാ. വക്കീലെ പേടിക്കണ്ട, ഞാൻ ഡിവോഴ്സിന് റെഡിയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ കർണ സാറിനെ ഒന്ന് പോയി കാണുന്നുണ്ട്. ഞങ്ങളെക്കാൾ ധൃതി അയ്യാക്കാണല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തീരുമാനം എടുക്കേണ്ട നിങ്ങളാ. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ 2 പേരും ഒരുമിച്ച് ഫയൽ ചെയ്താ പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാക്കാം. മ്യൂച്വൽ പെറ്റീഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി കോർട്ടിൽ അത് വലിച്ചു നീട്ടില്ല. വൈഫ്